ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ സീരീസാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം CSIR നെറ്റിന് പഠിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് കിടക്കാം. ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ബേസിക്കായിട്ട് 2 ടൈപ്സ് ഓഫ് സെല്ലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ കാണുന്നത് ഇലക്ട്രോകെമിക്കൽ സെൽസും ഉണ്ട്, ഇലക്ട്രോലിറ്റിക് സെൽസും ഉണ്ട്, പിന്നെ ഗാൽവാനിക് സെൽസും ഉണ്ട്. ഈ 2 സെൽസിൻ്റെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മെയിനായിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ കാണുക. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു. അതായത് നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ സൊല്യൂഷനിലേക്ക് അതിനെ കടത്തിവിടുന്നു. ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ആ സൊല്യൂഷന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിന് കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പറയുന്നത്. മെയിനായിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അനലൈറ്റ് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനാണ് NaCl പോലുള്ളൊരു സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എയും Clഉം ആയിട്ട് നമുക്ക് കിട്ടും. Na ഫ്രീ ആയിട്ടുള്ള Na മെറ്റലായിട്ടും Cl നമുക്ക് Cl2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ആ വേർഡ് ഇലക്ട്രോലിറ്റിക്. ദ വേർഡ് ലിസിസ് മീൻസ് സ്പ്ലിറ്റിംഗ്. ലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എന്നാണ് അർത്ഥം. ഇലക്ട്രോലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തപ്പോൾ NaCl സ്പ്ലിറ്റായി Naയും Cl2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ട് കെമിക്കൽ കോമ്പൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽസ് എന്ന് പറയാം. അപ്പോൾ ഗാൽവാനിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് റിയേജൻസ് നമ്മളിവിടെ എടുക്കും, എന്നിട്ട് നമ്മളതിൽ കണക്ഷൻ വെറുതെ കൊടുക്കുകയുള്ളൂ, അല്ലാതെ അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള റിയാക്ഷൻ്റെ ഫലമായിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾ ഗാൽവാനിക് സെൽ. അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ കാണുന്നത്. ഇതിനെ രണ്ടിനെ പറ്റി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇലക്ട്രോലിറ്റിക് സെല്ല് നോക്കാം. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് സൊല്യൂഷനാണോ എടുത്തത് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം, ലിസിസ് നടത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് പൊട്ടൻഷ്യൽ സെല്ല് വെക്കുന്നു, ഇലക്ട്രിസിറ്റി വെക്കുന്നു, എന്നിട്ട് നമ്മളതിനെ 2 ഇലക്ട്രോഡ് വെച്ചിട്ട് സൊല്യൂഷനിലേക്ക് കടത്തിവിടുന്നു. ഓക്കെ, സൊല്യൂഷനിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതേമാതിരി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് NaClൻ്റെ സൊല്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ മോൾട്ടൺ ആയിട്ടുള്ള NaCl, രണ്ടായാലും എന്ത് സംഭവിക്കും, അയണൈസ് ചെയ്യും. ഒന്നുകിൽ വാട്ടറിൽ എടുക്കുക, അല്ലെങ്കിൽ മോൾട്ടൺ എന്ന ഫോമിൽ എടുക്കുക. അപ്പോൾ അത് അയണൈസ് ചെയ്തിട്ട് Na+ Cl- ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്, നമ്മളിവിടെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സെല്ല് പോസിറ്റീവായിട്ട് മാറും, ഒരു ഇലക്ട്രോഡ് പോസിറ്റീവ് ചാർജിലും ഒരു ഇലക്ട്രോഡ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. അപ്പോൾ ഈ Na+ അയോൺ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജിൻ്റെ അവിടെ വന്നിട്ട്, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണല്ലോ, ആ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ Na+ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് Na ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതിനെ നമ്മൾ വിളിക്കും കാഥോഡ്. ആക്ച്വലി നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആനോഡ്, കാഥോഡ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും. പക്ഷെ നമ്മൾ അങ്ങനെ പഠിക്കുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ അല്ല. ആനോഡിനും കാഥോഡിനുമുള്ള കറക്റ്റ് ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതിനെ നമ്മൾ ആനോഡ് എന്നും, എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതിനെ നമ്മൾ കാഥോഡ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റിഡക്ഷൻ, അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നടന്നത് ഇവിടെയാണ്, നെഗറ്റീവ് ചാർജ് ഉള്ളിടത്തായിരിക്കും കൂടുതലും. പക്ഷേ ഇത് നല്ലൊരു ഡെഫിനിഷൻ അല്ല, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് ഫിസിക്സിൽ വരാറുണ്ട്, ഈ ചാർജിൻ്റെ. അപ്പോൾ അത് തെറ്റിപ്പോകുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ കെമിസ്ട്രിക്കാരെ എപ്പോഴും പഠിക്കേണ്ടത് ഓക്സിഡേഷൻ നടക്കുന്ന ഭാഗം ആനോഡും റിഡക്ഷൻ നടക്കുന്നത് കാഥോഡും, അങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലാതെ ചാർജ് വെച്ചിട്ടല്ല. ഓക്കെ, അങ്ങനെ ഇത് കാഥോഡും അതേമാതിരി ഇതപ്പോൾ ആനോഡായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക,
ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എക്സസ് ആയിട്ടുള്ള Cl- ആയിരിക്കും വരുന്നുണ്ടാവുക. Cl- ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. Cl- ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് Cl പ്ലസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. Clനെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് Cl2 എന്ന് എഴുതിയാൽ സെയിം തന്നെയാണ്. പക്ഷേ Cl2 ആണല്ലോ ആക്ച്വലായിട്ടുള്ള ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ കയ്യിൽ Na+ ഉണ്ടായിരുന്നു, അതിന് ഇലക്ട്രോൺ കിട്ടി. ഇലക്ട്രോൺ എവിടെ നിന്ന് കിട്ടിയത്? ഇലക്ട്രിസിറ്റി എന്നാണ് കിട്ടുന്നത്. അത് Na ആയിട്ട് മാറി. Cl- എന്താണ് ചെയ്തത്? ഇലക്ട്രോൺ ലോസ് ചെയ്ത് ഹാഫ് Cl2 ആയിട്ട് മാറി. സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായി? Naയും Cl- ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? Naയും ഹാഫ് Cl2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താ? ഫ്രീ സ്റ്റേറ്റിലേക്ക്, അയോണിൽ നിന്ന് ഫ്രീ സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ NaCl എന്ന് പറഞ്ഞിരുന്ന സൊല്യൂഷനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോളിറ്റിക് സെല്ല് വഴി പറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഫാക്ടർ കണ്ടക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തിൻ്റെ കണ്ടക്റ്റൻസ്? ഓഫ് അവർ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുമ്പോൾ നോക്കൂ, ഇവിടെ വരെ സർക്യൂട്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒഴുകുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. ഇവിടെ അയോൺസ് ഉണ്ട്. അയോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ ഇവിടെ കണ്ടക്റ്റൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇലക്ട്രോലൈറ്റിൻ്റെ പവറാണ് അവിടുത്തെ കണ്ടക്റ്റൻസ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളൊരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോൾവെൻറ്റ്. ഇപ്പോൾ നമ്മൾ NaClനെ അയണൈസ് ചെയ്യാൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, NaCl H2O. അതേസമയം ഇപ്പോൾ നമ്മൾ ഗ്ലിസറോളോ അങ്ങനെ വേറെ എന്തെങ്കിലും സോൾവെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ സോൾവെൻറ്റ് വിസ്കസ് ആണെങ്കിൽ വിസ്കോസിറ്റി കൂടും തോറും എന്ത് സംഭവിക്കും? ഒരു ഫ്ലോ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്താണ്? കണ്ടക്റ്റൻസ് കുറയാണ് ചെയ്യുക. അതായത് വിസ്കോസിറ്റി ഓഫ് സോൾവെൻറ്റും കണ്ടക്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നമുക്ക് ടെമ്പറേച്ചർ ഒരു ഫാക്ടറായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഗസ് ചെയ്യാവുന്നതുള്ളൂ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നതിന് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ടെമ്പറേച്ചറും കണ്ടക്റ്റൻസും. ഓക്കെ, പിന്നെ തേർഡ് പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻട്ര അയോണിക് അട്രാക്ഷൻ പറയാം. ഇൻട്ര അയോണിക് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ NaCl ആയി എടുക്കുമ്പോൾ Na+1ഉം Cl-1ഉം തമ്മിലാണ് അട്രാക്ഷൻ. അതേസമയം നമ്മൾ MgCl2 മാഗ്നീഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ Mg+2ഉം Cl-1 തന്നെ ആയിരിക്കും അട്രാക്ഷൻ വരിക. അപ്പോൾ ഇതിൽ ഏതിലാണ് കൂടുതൽ അട്രാക്ഷൻ? ഇവരായിരിക്കും കുറച്ചും കൂടി നല്ല ഫോഴ്സ് ഉണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ളവർ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അയണൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇൻട്രായോണിക് അട്രാക്ഷൻ കൂടുമ്പോൾ കണ്ടക്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അവർക്ക് മൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ചും കൂടി ഇവരുടെ ന്യൂക്ലിയർ ചാർജ് ഇത്തിരി കൂടി ഹയർ ആണല്ലോ. അത് കാരണം ഇവർ തമ്മിൽ അട്രാക്ഷൻ കൂടുതലായ കാരണം ഇവർ അയണൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 3 ഫാക്ടേഴ്സ് നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോളിറ്റിക് സെല്ലിനെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്നതിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻ ദാറ്റ് ക്യാൻ അയണൈസ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റും ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ വരുന്നതായിരിക്കും സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ബേസസ് ഒക്കെ വരും. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ വീക്ക് ആസിഡ്സും വീക്ക് ബേസസ് ആണ് വരും. ഇപ്പോൾ സ്ട്രോങ് ആസിഡ് പറയുകയാണെങ്കിൽ HCl നന്നായി അയണൈസ് ചെയ്ത് H+ഉം Cl- ആയിട്ട് മാറും. സ്ട്രോങ് ബേസ് പറയുകയാണെങ്കിൽ NaOH, അത് അയണൈസ് ചെയ്ത് Na+ഉം OH- ആയിട്ട് മാറും. അതുപോലെ തന്നെ നമുക്കിവിടെ വീക്ക് ആസിഡും വീക്ക് ബേസ് ആകുമ്പോൾ അവരുടെ അയണൈസേഷൻ എന്താണ് മെയിനായിട്ട് സ്ട്രോങ്ങും വീക്കും തമ്മിലുള്ള ഡിഫറൻസ്? സ്ട്രോങ് ആകുമ്പോൾ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആവും. എല്ലാ HClലും H+ ആവും, Cl- ആയിട്ട് മാറും. അതേസമയം വീക്ക് ആകുമ്പോഴുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അവർ പാർഷ്യലി മാത്രമേ അയണൈസ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ NH4OH ഒരു വീക്ക് ആയിട്ടുള്ള ബേസാണ്. അപ്പോൾ അത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഇത് അയണൈസ് ചെയ്യുമ്പോൾ ഈ NH4OH നമ്മളൊരു 10 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 മോളിക്യൂൾ മാത്രമാണ് NH4+ഉം OH- ആയിട്ട് മാറുക. അപ്പോൾ പാർഷ്യലി അയണൈസ് ചെയ്യുന്നവരെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യുന്നവരെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി സോൾട്ടുകൾ, ഇപ്പോൾ ആസിഡും ബേസുകളും മാത്രമല്ല സോൾട്ടും ഇതിൽ വരും. അപ്പോൾ ആരൊക്കെയാണ് സ്ട്രോങ് സോൾട്ട്, വീക്ക് സോൾട്ട് എന്ന് നോക്കുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി നോക്കിയിട്ടാണ് അത് പറയുന്നത്. നല്ല സൊല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടുകളെല്ലാം സ്ട്രോങ്ങിലായിരിക്കും. ഒരു പാർഷ്യലി സൊല്യൂബിൾ ആയിട്ടുള്ളവരെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ട് ഏതാ?
സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ഒക്കെ നമുക്ക് പറയാം. പാർഷ്യലി സൊല്യൂബിൾ ആയിട്ടുള്ളത് ബേരിയം സൾഫേറ്റ്, സിൽവർ ക്ലോറൈഡ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പവറിനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ കണ്ടക്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക, ഒരു ക്വാണ്ടിറ്റിയുടെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ കണ്ടക്റ്റൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ കേട്ടിട്ടുള്ളത് ഓംസ് ലോയിലാണ്. അപ്പോൾ ഓംസ് ലോ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് എന്താണ് ഓംസ് ലോ പറയുന്നത്, വി ഈസ് ഈക്വൽ ടു IR, അതാണ് ഓംസ് ലോ പറയുന്നത്. അതിലാണ് നമ്മൾ റെസിസ്റ്റൻസ് ആദ്യമായിട്ട് കണ്ടത്. അത് നമുക്ക് അറിയാം, നമ്മളങ്ങനെ മറക്കുന്ന ഇക്വേഷൻ അല്ല. പിന്നെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ, റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യും, R is equal to റോയൽ ബൈ A എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക. നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പമുണ്ടല്ലേ, റോയൽ ബൈ A എന്ന് പറയുമ്പോൾ ഒരു എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ റോയൽ ബൈ A ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ആറിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലംസിലൊക്കെ സ്പെസിഫിക് റെസിസ്റ്റൻസ് കാണാനാവും പറയാം. അപ്പോൾ നമ്മൾ നോർമൽ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത്? അല്ല, നമ്മൾ റോയാണ് കാണേണ്ടത്. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് കൊടുത്തിട്ട് AR ബൈ L എന്നും എഴുതാം. പക്ഷെ നമ്മൾ ഈ ഒരെണ്ണം പഠിച്ചാൽ മതിയാവും, നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ റോയ്ക്കുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആറും റോയും കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവരെ ഫ്രണ്ട്സ് ആയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇവരുടെ യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്, ആറിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ തന്നെ ഓമാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അപ്പോൾ റെസിസ്റ്റിവിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതി നോക്കിയാൽ മതി, AR ബൈ L. ഓക്കെ, A എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ, റെസിസ്റ്റൻസിന് ഓം, ലെങ്ത്തിന് സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ ബാക്കി നമുക്ക് ഓം സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് ഓം, റെസിസ്റ്റിവിറ്റി ഓം സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സിമിലാരിറ്റി ഉള്ള കാരണമാണ് നമ്മൾ അവരെ ഫ്രണ്ട്സ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആറും റോയും നമ്മളിങ്ങനെ ഒറ്റ സ്ട്രക്ചറിൽ തന്നെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഇതേപോലെ നമുക്ക് പഠിക്കണം. റെസിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ് കണ്ടക്റ്റൻസ്. ഓക്കെ, കണ്ടക്റ്റൻസ് നമുക്ക് പഠിക്കണം. കണ്ടക്റ്റൻസ് പഠിക്കുന്നത് എങ്ങനെയാണ്? റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ്, ഇവർ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് ടീമാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ കണ്ടക്റ്റൻസിന് നമ്മൾ G വെച്ചിട്ടാണ് കാണിക്കുക. അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ ഒരു ഫ്രണ്ട് വേണ്ടേ, അതാണ് K, അതായത് കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റി ഒരു സെറ്റ്, റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും വേറെ സെറ്റ്. അപ്പോൾ കണ്ടക്റ്റൻസിനുള്ള ഇക്വേഷൻ ഇതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ G is equal to KA by L എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം, കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, ഇവർ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ്, ഒന്നിൻ്റെ റെസിപ്രോക്കലായിരിക്കും മറ്റേത്. ഓക്കെ, അതായത് G is equal to 1/R, അതായത് കണ്ടക്റ്റൻസ് is equal to റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതേപോലെ കണ്ടക്ടിവിറ്റി is equal to റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ Gക്കും Kക്കുള്ള യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രശ്നമില്ലല്ലോ. G is equal to, അപ്പോൾ എന്തായിരിക്കും, റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ്, അതായത് ഓം ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റി is equal to എന്ത് വരും, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓം സെൻറ്റിമീറ്ററിൽ, അപ്പോൾ രണ്ടിൻ്റെ ഇൻവേഴ്സ്, ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഈ ഓം ഇൻവേഴ്സിനെ നമ്മൾ ഒറ്റയടിക്ക് വിളിക്കുന്ന പേരാണ് സീമെൻസ്. ഓക്കെ, S എന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക, സീമെൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ജിയുടെ യൂണിറ്റ് സീമെൻസ് ആണെന്ന് പറയാം. അതേമാതിരി കെയുടെ യൂണിറ്റ് സീമെൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ 4 യൂണിറ്റുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? റെസിസ്റ്റൻസിനും റെസിസ്റ്റിവിറ്റിക്കും, കണ്ടക്റ്റൻസിനും കണ്ടക്ടിവിറ്റിക്കും. റെസിസ്റ്റൻസിന് ഓം, റെസിസ്റ്റിവിറ്റിക്ക് ഓം സെൻറ്റിമീറ്റർ, കണ്ടക്റ്റൻസിന് സീമൻ, കണ്ടക്ടിവിറ്റിക്ക് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇവർ സീമൻ്റെ ആൾക്കാരാണ് എന്നൊന്ന് ഓർത്തെഴുതാൻ മതി. അപ്പോൾ ഈ 4 യൂണിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എന്താണ് മോളാർ കണ്ടക്റ്റൻസ്. നമ്മൾ കണ്ടക്റ്റൻസ് പഠിച്ചു, എന്താണ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്റ്റൻസ്. ദാറ്റ് മീൻസ് പവർ ഓഫ് കണ്ടക്റ്റിംഗ്, കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ മോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പെർ മോള്, ഒരു മോളിനുള്ളത് എന്നാണ് അർത്ഥം. ഒരു മോളിനുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ വേണ്ടത്.
അതായത് കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കുക, അതിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോളാർ കണ്ടക്റ്റൻസ് ആയി. അതായത് G/N. G/Nനെയാണ് നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. കണ്ടക്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ആണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇക്വേഷൻസ് കൂടി ലാംഡ എം കണ്ടുപിടിക്കാൻ വേറെ കുറച്ച് ഇക്വേഷൻസ് കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം G ഈസ് ഈക്വൽ ടു KA/L ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മറ്റേ R ഈസ് ഈക്വൽ ടു ρL/Aയും G ഈസ് ഈക്വൽ ടു KA/Lഉം ഒന്ന് താറോ ആക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ KA/L എന്ന് പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ GL ഈസ് ഈക്വൽ ടു KA എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മളിതിൻ്റെ രണ്ട് സൈഡിലും L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് GL² ഈസ് ഈക്വൽ ടു KAL എന്ന് എഴുതാം. GL² ഈസ് ഈക്വൽ ടു AL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയാണല്ലോ, ഏരിയ ഇൻറ്റു ലെങ്ത്ത്. അപ്പോൾ അത് വോളിയാണല്ലോ, അപ്പോൾ നമുക്ക് KB വോളിയം എന്നാക്കാം. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് L² ഈസ് 1. ദാറ്റ് മീൻസ് L ഈക്വൽ ടു 1 യൂണിറ്റ് ആണ് നമ്മൾ ഒരു അസംഷൻ ഇവിടെ വെക്കുന്നുണ്ട് ഈ ഡെറിവേഷനിൽ. അപ്പോൾ L ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് ആണെങ്കിൽ L² 1, അപ്പോൾ നമുക്ക് G ഈസ് ഈക്വൽ ടു KB എന്ന് നമുക്ക് കിട്ടി. നമുക്ക് G ആണ് വേണ്ടത്, നമുക്ക് G/N ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെയും N കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വോളിയത്തിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മോളാർ വോളിയം എന്ന് വിളിക്കാം, KVM. G/N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ്. അപ്പോൾ ലാംഡ M ഈസ് ഈക്വൽ ടു KVM. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അതും നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. ലാംഡ M ഈസ് ഈക്വൽ ടു KVM. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ V/N എന്ന് എഴുതുന്നത് നമുക്കറിയാലോ N/V ഈസ് ഈക്വൽ ടു C ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ V/N ഈസ് ഈക്വൽ ടു 1/C ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാംഡ എമ്മിന് ഒരു ഇക്വേഷൻ കൂടി കിട്ടില്ലേ, K/C. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ്റെ ടേമിലും മോളാർ വോളിയത്തിൻ്റെ ടേമിലും നമുക്ക് ലാംഡ എമ്മിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ലാംഡ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G/N ആണ്. പിന്നീടുള്ള ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ L² എന്താക്കി എടുത്തിട്ടുണ്ട്, 1 ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഓർമ്മ വയ്ക്കണം. അത് കാരണം നമ്മൾ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ G/N നമ്മൾ അങ്ങനെ എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ അസംഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? കണ്ടക്ടിവിറ്റി നമ്മുടെ സെക്കൻഡ് സെക്ഷനിലുള്ളവരല്ലേ S വരണവർ, സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു വോളിയം സെൻറ്റിമീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, കാരണം KV/N ആണല്ലോ, അപ്പോൾ നമ്പർ ഓഫ് മോൾസും കൂടി താഴെ വരും. അപ്പോൾ നമുക്ക് എന്താണ്? സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇതാണ് ലാംഡ എമ്മിൻ്റെ യൂണിറ്റ്. എന്താണ് ലാംഡ എം? ലാംഡ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസ് പോലെ വരുന്ന വേറൊരു ടേമാണ് ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്. ലാംഡ ഇക്വാലൻ്റ്. ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഡ എം ഡിവൈഡഡ് ബൈ സെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് ആയി. കാരണം നമ്മൾ ഇക്വാലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഇക്വാലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മോളാർ മാസിനെ ഡിവൈഡഡ് ബൈ സെഡ് ആണ് ചെയ്യാറ്. സെഡ് ഈസ് ദ വാലൻസി. അതേ കൺസെപ്റ്റ് തന്നെ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കുന്നത് മോളാർ കണ്ടക്റ്റൻസ് ഡിവൈഡഡ് ബൈ സെഡ്. സെഡ് എന്ന് പറയുന്നത് വാലൻസിയാണ്. അതായത് ഇപ്പോൾ NaCl ഒക്കെ ആണെങ്കിൽ വാലൻസി 1, MgCl2 ആണെങ്കിൽ വാലൻസി 2, അങ്ങനെയുള്ള രീതിയിലുള്ളതാണ് സെഡ്. അപ്പോൾ നമ്മൾ ലാംഡ ഇക്വാലൻറ്റും കൂടി പഠിക്കണം. അപ്പോൾ ലാംഡ ഇക്വാലൻറ്റ് വരുമ്പോൾ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ, മോൾ ഇൻവേഴ്സിന് പകരം ഇക്വാലൻ്റ് ഇൻവേഴ്സ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചോദിക്കും. മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺസെൻട്രേഷൻ മോളാറിൽ തന്നിട്ട്, മോളാറിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ തന്നിട്ട് ഡാഷ് മോളാർ തന്നിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ലാംഡ എം ഇസ് ഈക്വൽ ടു KC എന്നുള്ള ഇക്വേഷൻ ആണല്ലോ. K കണ്ടക്ടിവിറ്റി ആണ്, കോൺസ്റ്റൻ്റ് ഒന്നല്ല, KC ആണല്ലോ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഒരു ഡാഷ് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരും. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ് വരിക? K/C അല്ലേ, K ഇൻറ്റു C അല്ല, K/C അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തെങ്കിലും ഒരു വാല്യൂ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്,
ബൈ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് നമുക്ക് മോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സെൻറ്റിമീറ്ററും ലിറ്ററും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യണം. കാരണം 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് ലിറ്ററും സെൻറ്റിമീറ്ററും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ നമ്മൾ അതിനെ രണ്ടിനെയും ചേർത്ത് രണ്ടും ഒരു ഇക്വേഷനിൽ വരാൻ പാടില്ല, ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ലിറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് പറ്റും. അതിനുള്ള ടിപ്പാണ് പറഞ്ഞു തരുന്നത്. 1 മില്ലി ലിറ്റർ 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ അല്ലേ, അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ നമുക്കിവിടെ തരുന്ന വാല്യൂവിൻ്റെ അവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ 1 ലിറ്ററിന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കണം. അപ്പോഴാണ് ഇവിടെയൊക്കെ സെൻറ്റിമീറ്റർ ആവുള്ളൂ. അല്ലാതെ ലിറ്റർ ഇട്ടിട്ട് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. ഇനി മീറ്ററിലാണ് ആക്കുന്നതെങ്കിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡെസിമീറ്റർ ക്യൂബാണ്. 1 ഡെസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻1 മീറ്റർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, 10⁻³ മീറ്റർ ക്യൂബ്. 1 ലിറ്റർ 10⁻³ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഈ കൺവേർഷൻ്റെ ഒരു മോഡൽ അറിയാനുള്ള ഒരു പ്രോബ്ലം കൂടി ഇതിൻ്റെ ഒപ്പം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആ കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.